ചേച്ചി, ചുമപ്പ് വേണ്ട ചേച്ചി, മഞ്ഞ മതി. അയ്യേ, മഞ്ഞ ഒട്ടും ചേരില്ല. ചുവപ്പല്ലേ കൂടുതൽ രസം എന്ന് നോക്കിയേ. എനിക്ക് മഞ്ഞപ്പൂവാണ് ഇഷ്ടം. റോസാപ്പൂ ചുവന്നും റോസ് നിറത്തിലുമാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ അതിന് റോസാപ്പൂ എന്ന് പറയുന്നത്. മഞ്ഞ നിറത്തിലുള്ളത് കോളാമ്പിപ്പൂവും കമ്മൽപ്പൂവും കൊന്നപ്പൂവും ഒക്കെയാണ്. ഞാൻ ഈ റോസാപ്പൂവിന് മഞ്ഞ നിറം കൊടുക്കും. അത് നീ നിന്റെ ബുക്കിൽ വരയ്ക്കുമ്പോൾ മഞ്ഞ നിറം കൊടുത്തോ? എനിക്ക് മഞ്ഞപ്പൂവാണ് ഇഷ്ടം. മുത്തശ്ശ, എന്താ മക്കളെ ഇത്? മുത്തശ്ശ, ഇത് ചേച്ചി എന്നെ. മുത്തശ്ശ, ദേ ഇത് കണ്ടോ മുത്തശ്ശ? ഞാൻ വരച്ച പടമെല്ലാം ഈ വിഷ്ണു കുത്തി വരച്ച് ചീത്തയാക്കി. എന്താ മക്കളെ ഇത്? നിങ്ങൾ എന്തിനാ മക്കളെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വിനയ മോളെ, മോളുടെ കുഞ്ഞനിയനല്ലേ അവൻ. മോൾക്ക് കൂട്ടുകൂടാൻ ഇവൻ അല്ലേ ഉള്ളത്. അതുകൊണ്ട് മോൾ അവനോട് വഴക്കടിക്കരുത് കേട്ടോ. ഇല്ല ചേച്ചിയുടെ കൂട്ട് ഞാൻ കൂടില്ല. അവൻ വാശിയിലാണെന്ന് തോന്നുന്നു. മോള് ചെന്ന് അവനോട് കൂട്ടുകൂടും. ചെല്ലുന്നേ. കണ്ണാടിപ്പുഴക്കടവിൽ കന്നിക്കൽ പടിയിറങ്ങും വെണ്ണില കുഞ്ഞേ, നിന്നെ കാണാൻ എന്തൊരു ചന്തം. പൂമാലക്കാവിൽ പുരക്കളി കാണാൻ, പൂമാലക്കാവിൽ പുരക്കളി കാണാൻ. പൂക്കൈത മറവിലൂടെ കൂടെ പോരാമോ, ഞങ്ങളുടെ കൂടെ പോരാമോ? കണ്ണാടിപ്പുഴക്കടവിൽ കന്നിക്കൽ പടിയിറങ്ങും വെണ്ണില കുഞ്ഞേ, നിന്നെ കാണാൻ എന്തൊരു ചന്തം. എത്ര നാൾ നിന്നെ കാത്തുവെന്നു, എത്ര നാളായി നിന്നെ നോറ്റുവെന്നു. എത്ര നാൾ നിന്നെ കാത്തുവെന്നു, എത്ര നാളായി നിന്നെ നോറ്റുവെന്നു. ചക്കരമാവിൻ ചോട്ടിൽ കൂടെ കൊത്തങ്കല്ലു കളിക്കാൻ ഞങ്ങൾ എത്ര നാൾ കൊതിച്ചുവെന്നോ. മുടിയേറി കൊടിയേറി തോറ്റം പാട്ടുണർന്നു. കണ്ണാടിപ്പുഴക്കടവിൽ കന്നിക്കൽ പടിയിറങ്ങും വെണ്ണില കുഞ്ഞേ, നിന്നെ കാണാൻ എന്തൊരു ചന്തം. പൂമാലക്കാവിൽ പുരക്കളി കാണാൻ, പൂമാലക്കാവിൽ പുരക്കളി കാണാൻ. പൂക്കൈത മറവിലൂടെ കൂടെ പോരാമോ, ഞങ്ങളുടെ കൂടെ പോരാമോ? കണ്ണാടിപ്പുഴക്കടവിൽ കന്നിക്കൽ പടിയിറങ്ങും വെണ്ണില കുഞ്ഞേ, നിന്നെ കാണാൻ എന്തൊരു ചന്തം. പാലപൂക്കും കാവിൽ തെയ്യമല്ലേ, ഇഷ്ടമില്ലേ കാണാൻ ഇഷ്ടമല്ലേ? പാലപൂക്കും കാവിൽ തെയ്യമല്ലേ, ഇഷ്ടമില്ലേ കാണാൻ ഇഷ്ടമല്ലേ? കണ്ണാഞ്ചിരട്ടയിലൊപ്പം നല്ല മണ്ണപ്പം ചുട്ടു കളിക്കാൻ കൊച്ചു പനയോല കുടയുമായി വരൂ. ആകാശ പൂവഴിയിൽ കൂടെ പോന്നാട്ടെ,
കണ്ണാടിപ്പുഴക്കടവിൽ കന്നിക്കൽ പടിയിറങ്ങും വെണ്ണില കുഞ്ഞേ നിന്നെ കാണാൻ എന്തൊരു ചന്തം പൂമാലക്കാവിൽ. എന്റെ അമ്മൂമ്മ എന്നെ തല്ലിക്കൊല്ലും. അനുസരണ കേട്ടോ. വയസ്സാകാലത്ത് എന്നെ ഇട്ട് ഓടിക്കാനായിട്ട് നിനക്ക് കളിക്കാൻ കിട്ടിയൊരു കൂട്ട്. നിനക്ക് കളിക്കാൻ ഈ നശിച്ച കുട്ടികളെയാണോടാ കിട്ടിയത്? കണ്ട സൂക്കേടും കൊണ്ട് നടക്കണ അശ്രീകരങ്ങള്. തന്റെ എന്താണെങ്കിലും ചത്തു തുലഞ്ഞിട്ടും മാറാവ്യാധിയും കൊണ്ട് നാട് മുടിപ്പിക്കാൻ നടക്കുന്ന കുരുത്തം കേട്ട വർഗങ്ങള്. മേല അവറ്റകളുടെ കളിക്കാൻ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. എന്തു പറ്റി മക്കളെ? നിങ്ങൾ പിന്നെയും വഴക്ക് കൂടിയോ? എന്തു പറ്റി മക്കളെ നിങ്ങൾക്ക്? എന്തു പറ്റി മക്കളെ നിങ്ങൾക്ക്? മുത്തശ്ശ, ഞങ്ങൾക്ക് എന്താ അസുഖം? മോളെ അത് ഞങ്ങളും മരിച്ചു പോകുമോ? ഞങ്ങളുടെ അച്ഛനും അമ്മയും സൂക്കേട് വന്ന് മരിച്ചതുപോലെ? ഇല്ല മക്കളെ, അങ്ങനെ ഒന്നുമില്ല. മക്കളോട് ഈ നുണയെല്ലാം പറഞ്ഞതാരാ? അച്ഛൻ്റെ അമ്മ പറഞ്ഞല്ലോ ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചത് സൂക്കേട് വന്നിട്ടാണെന്ന്. ഞങ്ങൾക്കും സൂക്കേടാണെന്ന്. സൂക്കേട് അച്ചു ചേട്ടനും പകരുമെന്നും അതുകൊണ്ട് അവരുടെ കൂടെ ചെല്ലണ്ടെന്നും വഴക്കു പറഞ്ഞു. കാലം തികയാണ്ട് ഇവറ്റകളുടെ അച്ഛനെയും അമ്മയെയും അങ്ങോട്ട് കൊണ്ടുപോയല്ലോ. എല്ലാം ഈ വൃദ്ധൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ട്. ദൈവങ്ങൾ നൽകണ വിധി ജീവനെടുക്കാൻ. ഓരോ സൂക്കേട് എയ്ഡ്സ് ആണെന്ന്. ഇതൊക്കെ എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയാം.
ഗുഡ് മോർണിംഗ്. അഭിജിത്ത് എം. പ്രസന്റ് സർ. അഭിമന്യു വിശ്വനാഥ്. പ്രസന്റ് സർ. ഐശ്വര്യ ടി എസ്. പ്രസന്റ് സർ. ഐശ്വര്യ പി ജെ. പ്രസന്റ് സർ. അഖിൽ പ്രസാദ്. പ്രസന്റ് സർ. അഖില. പ്രസന്റ് സർ. ഏഞ്ചൽ മേരി പോൾ. പ്രസന്റ് സർ. അഞ്ജലി. പ്രസന്റ് സർ. രാഹുൽ. പ്രസന്റ് സർ. ആരതി കൃഷ്ണൻ നായർ. പ്രസന്റ് സർ. ബെസ്റ്റി തങ്കച്ചൻ. പ്രസന്റ് സർ. എൽസ ബേബി. പ്രസന്റ് സർ. ബേസിൽ. പ്രസന്റ് സർ. വിനയ. വിനയ സുരേഷ്. വിനയ പഠിത്തം നിർത്തിന്നാ തോന്നണേ സാറേ. ആരാ പറഞ്ഞത്? എൻ്റെ അമ്മ വിനയുടെ മുത്തച്ഛനോട് പറഞ്ഞു വിനയ ഇനി സ്കൂളിൽ വന്നാൽ എന്നെ ഈ സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന്. അപ്പോൾ വിനയുടെ മുത്തച്ഛൻ പറഞ്ഞു അന്ന് അവൾ ഇനി സ്കൂളിൽ പഠിക്കാൻ വിടണില്ല എന്ന്. അതെന്താ കുട്ടിയുടെ അമ്മ അങ്ങനെ പറഞ്ഞത്? വിനയ സ്കൂളിൽ വന്നാൽ അവളുടെ സുഖയുടെ എല്ലാ കുട്ടികൾക്കും പകരും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകില്ലേ? ആ കുട്ടികൾ ഇനിയും സ്കൂളിൽ വന്ന് തുടങ്ങിയിട്ടില്ല അല്ലേ? സാർ ആരുടെ കാര്യമായി പറയുന്നത്? എൻ്റെ ക്ലാസ്സിലെ വിനയും അവരുടെ അനിയൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിഷ്ണുവും. ആ അച്ഛനും അമ്മയും ചത്തുപോയ കുട്ടികളല്ലേ? എൻ്റെ ടീച്ചറെ ചത്തുപോയിന്ന് പറയല്ലേ, മരിച്ചുപോയിന്ന് പറ. ആ കുട്ടികൾ സ്കൂളിൽ വന്നാൽ ചിലപ്പോൾ ഒരു കുട്ടികളും സ്കൂളിൽ ഉണ്ടാവില്ല. അല്ല അതെന്താ? രക്ഷകർത്താക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നോർത്ത് അതൊക്കെ നടക്കണ കാര്യമാണോ? ഞാൻ ഏതായാലും അവളുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ചേട്ടാ, ഇവിടെ എവിടെയല്ലേ ആ വിഷ്ണു വിനയ എന്ന കുട്ടികളുടെ വീട്? വിഷ്ണു വിനയും അതേതാ ജോർജ് ഈ വിഷ്ണുവിൻ്റെയും വിനയുടെയും വീട്? അതെ, മംഗലശ്ശേരി സുരേഷിന്റെ വീട്ടിലെ. അപ്പൊ ചേട്ടൻ ഈ നാട്ടുകാരനല്ലേ? മംഗലശ്ശേരി വീടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഈ വിഷ്ണു വിനയ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും മരിച്ചുപോയ കുട്ടികളുടെ വീട് ഏതെന്ന് ചോദിക്കണം. അല്ല അതേതാ അവളുടെ വീട് എവിടെയാ? ഈ റോഡ് നേരെ പോയാൽ ഒരു ഇറക്കമുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ വീടുകളുള്ള ഒരു കോളനി ഉണ്ട്. അതിൽ 2ാമത്തെ വീട്. ആ വീടായിരുന്ന കാരണം അല്ലെങ്കിൽ ഞാൻ കൂടെ വന്ന് കാണിച്ചു തരാമായിരുന്നു. ജോർജ് അറിയോ ആ മോട്ടോർ സൈക്കിളിൽ പോയ ആളെ? ഓ അതോ, അത് നമ്മുടെ സർക്കാർ സ്കൂളിൽ LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററാ. അത് പറ. സ്കൂളിൽ ജോലി പോകാതിരിക്കാൻ പിള്ളേരെ പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും. പിള്ളേരെ പിടിക്കാൻ പോയി വല്ല സൂക്കേടും പിടിച്ചോണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു.
വിഷ്ണു, വിനേ, അപ്പം നിങ്ങൾക്ക് പഠിത്തമൊന്നും വേണ്ടേ? സ്കൂളിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഈ മുത്തശ്ശൻ സമ്മതിക്കില്ലെന്നേ. മുത്തച്ഛൻ്റെ അടുത്തേക്ക് സാറ് പറഞ്ഞോളാം. അപ്പോൾ രണ്ടുപേരും കൂടി നാളെ സ്കൂളിലേക്ക് വരണം. മാത്രമല്ല, നാളെ അസംബ്ലിയിലെ പത്രവാർത്ത വായിക്കേണ്ടത് വിനയാണ്. എനിക്ക് കൊതിയാവുകയായിരുന്നു സാറേ പത്രവാർത്തകൾ വായിക്കാൻ. ചേച്ചി സ്കൂളിൽ രാവിലെ വായിക്കണ പോലെ എല്ലാ ദിവസവും ബുക്കിലെഴുതി രാവിലെ വായിക്കാറുണ്ടായിരുന്നു. ആ, നമുക്ക് നാളെ സ്കൂളിൽ തന്നെ വായിക്കാന്നേ. അപ്പോൾ രണ്ടുപേരും കൂടി നാളെ സ്കൂളിലേക്ക് വരണം കേട്ടോ. ഫെബ്രുവരി 27 വെള്ളി 1754 കുംഭം 15. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിനയ സുരേഷ്. അങ്കണവാടി ജീവനക്കാർക്ക് പെൻഷൻ. കേന്ദ്ര ജീവനക്കാർക്ക് 6% DA കൂടി അനുവദിച്ചു. ദേശീയപാത 4 വരിയാക്കാൻ 7350 കോടി രൂപ. പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം, 5 മരണം. വിദ്യാലയങ്ങളിൽ താലപ്പൊലി നിരോധിച്ചു. വിദ്യാലയങ്ങളിലെ പൊതുചടങ്ങുകളിൽ താലപ്പൊലി. അതിഥികൾക്കായി റോഡിന് ഇരുവശവും കാത്തുനിൽപ്പ്. അതിഥികളെ സ്വീകരിക്കാൻ കുട്ടികളെ ദീർഘദൂരം വരിയായി നടത്തുക എന്നിവ നിരോധിച്ചു. വിദ്യാലയങ്ങളിലെ വാർഷികാഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുചടങ്ങുകൾ നടത്തുന്നതിനുള്ള സമയവും ക്രമീകരണവും സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ച മാർഗരേഖയിലാണ് ഇത് വ്യക്തമാക്കിയത്. വിദ്യാലയങ്ങളിലെ പൊതുചടങ്ങുകളുടെ ദൈർഘ്യം 1 മണിക്കൂറിനുള്ളിലാക്കി ആസൂത്രണം ചെയ്യണമെന്ന മാർഗരേഖ നിഷ്കർഷിക്കുന്നു. അതിഥികളെ ദീർഘനേരം വാഴ്ത്തുന്ന സ്വാഗത പ്രസംഗവും യുക്തിരഹിതവും വിവരണാത്മകവുമായ നന്ദി പ്രകാശനം ഒഴിവാക്കണം. പ്രാസംഗികരുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും ഉത്തരവ് നിർദ്ദേശിച്ചു. മേടിക്ക് ചേച്ചി പത്രവാർത്ത, മേടിക്ക് ചേച്ചി, ചേച്ചി മേടിക്ക് ചേച്ചി, ഇത് മേടിക്ക് ചേച്ചി. എന്താ വിഷ്ണു നീ പറയണേ? ചേച്ചി സ്കൂളിൽ പത്രവാർത്ത വായിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു ചേച്ചി. നിങ്ങൾ സ്കൂളിലെ കാര്യം വിചാരിച്ചുകൊണ്ട് കിടന്നിട്ടാ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. സ്കൂളിൽ പോകണമെങ്കിൽ രണ്ടുപേരും വേഗം റെഡിയാവും. ഇന്ന് മുത്തച്ഛൻ കൊണ്ടുവന്ന് വിടാം. സ്കൂളിൽ ബെല്ലടിച്ചു, വേഗം വാ. ഓടല്ലേ മക്കളെ, വീഴും.
ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും കയറി വരുന്നു. നിൽക്ക് എങ്ങോട്ടേ കയറി പോണത്? സാറേ, എന്തിനാ ഇതുങ്ങളെ വഴക്കു പറയുന്നത്? ഇവർക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ ഞാൻ. പഠിക്കാനാത്രേ. ഈ മാറാവ്യാധിയും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുത്താനോ? കേമമായി. ഇപ്പം തന്നെ വിളിച്ചോണ്ട് പോയിക്കോണോ ഇതുങ്ങളെ. അവരെ ഇവിടെ തന്നെ നിർത്തിക്കൂ, നമുക്ക് വേറൊരു പണിയുണ്ട്. ഹെഡ് മാസ്റ്റർ എവിടെ? ഹെഡ് മാസ്റ്റർ അവരുടെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചിട്ട് അത്രേ വന്നിരിക്കുന്നത്. സാറ് സ്കൂൾ പൂട്ടിക്കാനുള്ള വഴിയാണോ നോക്കണേ? ആ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് ഈ കുട്ടികൾക്ക് രോഗം എയ്ഡ്സ് ഒന്നും ഇല്ലല്ലോ. ആ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. സാറിന് എന്താ നിർബന്ധം? ആ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് കൂടെ പഠിച്ചാൽ പകരുന്ന രോഗമൊന്നും അല്ല എയ്ഡ്സ്. ഞങ്ങളുടെ കുട്ടികളെ ഇവിടുന്ന് മാറ്റി വേറെ സ്കൂളിലേക്ക് കൊണ്ടുപോകാണ്. സാറിന് എന്താ നിർബന്ധം? ആ കുട്ടികളെ പഠിപ്പിക്കണം. ആ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. ആ കുട്ടികളെ പഠിപ്പിക്കണം. ആ കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് ഈ കുട്ടികൾക്ക് രോഗം എയ്ഡ്സ് ഒന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ കുട്ടികളെ ഇവിടുന്ന് മാറ്റി വേറെ സ്കൂളിലേക്ക് കൊണ്ടുപോകാണ്. വേണ്ട മുത്തശ്ശ, ഞങ്ങൾക്ക് പഠിക്കണ്ട. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തരം തൊഴിലുകളെക്കുറിച്ചാണ്. നിങ്ങൾക്കൊക്കെ ആരാവാനാണ് ഇഷ്ടം? വക്കീൽ, ടീച്ചർ, പോലീസ്. എനിക്ക് പട്ടാളായാൽ മതി. ഞാൻ ഡോക്ടറാവും. എനിക്ക് നേഴ്സാവാനാണ് ഇഷ്ടം. കണ്ടോ മുത്തച്ഛ, ഓരോ കുട്ടികളുടെയും ആഗ്രഹങ്ങൾ. ഡോക്ടർ, ടീച്ചർ, വക്കീല്, പോലീസ്. ഞങ്ങള് പോട്ടെ മോളെ, സാരമില്ല. മുത്തശ്ശ, എന്താ മുത്തശ്ശ ആദ്യം വലുതാവുമ്പോൾ ഒരു മനുഷ്യനാവണമെന്ന് ആഗ്രഹിക്കാത്തത്?